Herzlich willkommen ഓൺസെറ്റ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏറ്റവും രണ്ടാമത്തെ ക്ലാസ് ആണ്. എന്താണ് ഈ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അഡിക്റ്റീവ് ഫോംസ്. A1ന്റെ അവസാന ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അഡ്ജക്റ്റീവ്സ്. കുറച്ച് അഡ്ജക്റ്റീവ്സിന്റെ എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അഡ്ജക്റ്റീവ്? ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് അഡ്ജക്റ്റീവ് എന്ന് നമ്മൾ പറയുക. ഓക്കെ, ആ അഡിക്റ്റീവിനെ നമുക്കൊരു മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിന് ഫോംസ് എന്നാണ് പറയുക. അഡിക്റ്റീവ് ഫോം എന്ന് പറയും. അതെന്താണെന്ന് നമുക്ക് ക്ലാസ്സിൽ നോക്കാം. അഡിക്റ്റീവിന് ഡ്രൈ ഫോമൻ 3 ഫോംസ് ഉണ്ട്. ഏതൊക്കെയാ? പോസിറ്റീവ്, കോമ്പറാറ്റീവ്, സൂപ്പർലാറ്റീവ്. പോസിറ്റീവ് ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തെ ജസ്റ്റ് ഒന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അവൻ സുന്ദരനാണ്. കോമ്പറാറ്റീവ് ഫോം ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ സംതിങ്. എന്തെങ്കിലും രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പറാറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അവൻ പീറ്റർ പൗളിനേക്കാൾ സുന്ദരനാണ്. സൂപ്പർലാറ്റീവ് ഫോം ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദി ബെസ്റ്റ് ഫോം ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം അതാണ് കൂട്ടത്തിൽ ബെസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർലാറ്റീവ് ഫോം യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, പീറ്റർ എല്ലാവരെയും സുന്ദരനാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു 10-30 പേര്, അതിൽ പീറ്ററാണ് ഏറ്റവും സുന്ദരൻ എന്ന് പറയില്ലേ, പീറ്ററാണ് ഏറ്റവും സുന്ദരൻ. ആ ബെസ്റ്റ് ഫോം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർലാറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് അഡിക്റ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അതിൽ പോസിറ്റീവ് ഫോം എന്ന് പറയുന്നത് ജസ്റ്റ് എന്തെങ്കിലും ജസ്റ്റ് വിശേഷിപ്പിക്കാൻ. കോമ്പറാറ്റീവ് ഫോം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വിശേഷിപ്പിക്കാൻ. സൂപ്പർലാറ്റീവ് ഫോം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിശേഷിപ്പിക്കാൻ. ഓക്കെ, പോസിറ്റീവ് ഫോമിലും കോമ്പറാറ്റീവ് ഫോമിലും സൂപ്പർലാറ്റീവ് ഫോമിലും അഡിക്റ്റീവിന്റെ സ്പെല്ലിങ്ങിന് ചെറിയ വ്യത്യാസങ്ങൾ വരും. എന്താണ് ആ വരുന്ന വ്യത്യാസങ്ങൾ നോക്കാം. പോസിറ്റീവ് ഫോം ആണെങ്കിൽ ജസ്റ്റ് ആ അഡിക്റ്റീവ് എന്താണോ ആ അഡിക്റ്റീവ് അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷോൺ ആണെങ്കിൽ ഷോൺ എന്ന് എഴുതുക. HP നോക്കുക, ഷോൺ ആണെങ്കിൽ ഷോൺ എന്ന് എഴുതുക. ഒരു സെന്റൻസിലെ കാര്യമാണ് പറയുന്നത്. കോമ്പറാറ്റീവ് ഫോം ആണെങ്കിൽ ഒരു രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന കോമ്പറാറ്റീവ് ഫോമിലുള്ള അഡിക്റ്റീവ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ അഡിക്റ്റീവിന്റെ സ്പെല്ലിംഗ് കൊടുക്കുക, അതിന് ശേഷം ഒരു ER കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഷോൺ മാറി ഷോണർ ആവും. സൂപ്പർലാറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ ആ അഡിക്റ്റീവിന് തൊട്ട് മുമ്പായിട്ട് ഒരു ആം ഇടുക. ആം, ഓക്കെ, AM ഇടുക, പ്ലസ് അഡിക്റ്റീവിന്റെ സ്പെല്ലിംഗ് എഴുതുക. അത് കഴിഞ്ഞിട്ട് സ്റ്റെൻ അല്ലെങ്കിൽ എസ്റ്റൻ ആഡ് ചെയ്യുക. STEN അല്ലെങ്കിൽ ESTEN ആഡ് ചെയ്യുക. വൈഷ്പിൽ നോക്കുക, ഷോൺ, ഷോണ്, ഷോൺസ്റ്റൺ. ഷോൺ എന്ന് പറഞ്ഞാൽ മനോഹരം, ഷോണർ എന്ന് പറഞ്ഞാൽ കൂടുതൽ മനോഹരം, ഷോൺസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരം. റൂയിഷ്, റൂയിഷ്, റോഹിക്സ്റ്റൺ. സൈലന്റ്, കൂടുതൽ സൈലന്റ്, ഏറ്റവും സൈലന്റ്. ക്ലൈൻ, ക്ലൈനർ, ക്ലൈൻസ്റ്റൺ. ചെറുത്, കൂടുതൽ ചെറുത്, ഏറ്റവും ചെറുത്. അപ്പോൾ എന്താണ് പോസിറ്റീവ്, കോമ്പറാറ്റീവ്, സൂപ്പർലാറ്റീവ് ഫോമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആ അഡിക്റ്റീവിന് പോസിറ്റീവ്, കോമ്പറാറ്റീവ്, സൂപ്പർലാറ്റീവ് ഫോമുകളിൽ നമ്മൾ എഴുതുമ്പോൾ വരുന്ന സ്പെല്ലിങ്ങിനുള്ള വ്യത്യാസവും നോട്ട് ചെയ്ത് വെക്കണം. ഈ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർലാറ്റീവ് ഫോമിൽ അഡിക്റ്റീവിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ആം ആഡ് ചെയ്തു. അതുപോലെ തന്നെ അഡിക്റ്റീവിന്റെ ഫുൾ സ്പെല്ലിംഗ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് STEN അല്ലെങ്കിൽ ESTEN ആഡ് ചെയ്യുന്നു പറഞ്ഞു. ചില സാഹചര്യങ്ങളിൽ സ്റ്റെൻ ആയിരിക്കും ആഡ് ചെയ്യുക, ബാക്കി സാഹചര്യങ്ങളിൽ എസ്റ്റൻ ആയിരിക്കും ആഡ് ചെയ്യുക. അതിൽ കൂടുതലും സ്റ്റെൻ ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് എവിടെയൊക്കെയാണ് എസ്റ്റൻ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, എസ്റ്റൻ കോം നാഹ്, ഈ ലെറ്റേഴ്സ് ഏതെങ്കിലും അഡിക്റ്റീവിന്റെ എൻഡേലുള്ള ലെറ്റർ ഇതിലേതെങ്കിലും ആണെങ്കിൽ അതിന്റെ സൂപ്പർലാറ്റീവ് ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ എസ്റ്റൻ ആഡ് ചെയ്യണം ആമെന്റേല്. ഏതൊക്കെയാ ലെറ്റേഴ്സ്? ഡേ, എസ്, ടേ, SS, SH, SS, Z, HZ, X. ഇതിലേതെങ്കിലും ആൽഫബറ്റ് ആണ് ആ അഡിക്റ്റീവിന്റെ എൻഡേലെ ലെറ്റർ എങ്കിൽ അതിന്റെ സൂപ്പർലാറ്റീവ് ഫോമിലേക്ക് അതിനെ നമ്മൾ മാറ്റുമ്പോൾ എസ്റ്റൻ ആണ് ആഡ് ചെയ്യേണ്ടത്. പ്ലസ് അഡിക്റ്റീവ് പ്ലസ് എസ്റ്റൻ. ബൈസ്പി നോക്കാം. പോസിറ്റീവ് ഫോമിൽ ജസ്റ്റ് അഡിക്റ്റീവ്, കോമ്പറാറ്റീവ് ഫോമിൽ അഡിക്റ്റീവ് പ്ലസ് സൂപ്പർലാറ്റീവ് ഫോമിൽ അഡിക്റ്റീവ് മുമ്പ് ആഡ് ചെയ്യുക, അതിനുശേഷം എസ്റ്റൻ ആഡ് ചെയ്യുക. എസ്റ്റൻ. ബൈസ്പിയിൽ നെറ്റ്, നെറ്റ്, നെറ്റെസ്റ്റൻ. നെറ്റിന്റെ ലാസ്റ്റത്തെ ലെറ്റർ ഏതാ? T അല്ലേ? ഇവിടെ T കിടപ്പുണ്ട്. അതുകൊണ്ടാണ് സൂപ്പർലാറ്റീവ് ഫോമിലേക്ക് വന്നപ്പം എസ്റ്റൻ ആഡ് ചെയ്യുന്നത്. Schlecht, schlechter,
am schlechtesten. ചീത്ത, കൂടുതൽ ചീത്ത, ഏറ്റവും ചീത്ത. അവിടെയും ഷ്ലെഷ്റ്റിന്റെ ലാസ്റ്റത്തെ ലെറ്റർ ടി ആണ്, ടി ലിസ്റ്റിലുണ്ട്. അതുകൊണ്ടാണ് സൂപ്പർലാറ്റീവ് ഫോമിലേക്ക് പോയപ്പം സ്റ്റെന്നിന് പകരം എസ്റ്റൻ ആഡ് ചെയ്തത്. ഇനി ഇതിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും അഡിക്റ്റീവിന്റെ ലാസ്റ്റത്തെ ലെറ്റർ ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ ഈ റൂൾ അതെല്ലാം ഫോളോ ചെയ്യും. പക്ഷെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്, ഗ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള കണക്ടർ. ഗ്രോസിന്റെ മീനിങ് ഗ്രേറ്റ് എന്നാണ്. ഒരു അഡിക്റ്റീവ് മാത്രം ഈ റൂൾ ഫോളോ ചെയ്യുന്നില്ല. വൈഷ്പിൽ നോക്കാം, ഗ്രോസ്, ഗ്രോസ്, ആം ഗ്രോസ്റ്റൻ. ഇവിടെ എസ്റ്റൻ ആഡ് ആവണം, കാരണം ഇതിന്റെ ലാസ്റ്റത്തെ ലെറ്റർ ഏതാ? എസ് എച്ച് ആണ്. എസ് എച്ച് വന്നാൽ എസ്റ്റൻ ആഡ് ചെയ്യണം എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗ്രോസിന്റെ കേസിൽ എസ് എച്ച് ആഡ് ചെയ്യേണ്ട, അതൊരു എക്സെപ്ഷൻ കേസാണ്. ഇനി അഡിക്റ്റീവ് നമ്മൾ കോമ്പറാറ്റീവ് ഫോമിലേക്കോ സൂപ്പർലാറ്റീവ് ഫോമിലേക്കോ ഒക്കെ മാറ്റേണ്ടതായിട്ട് വരുമ്പോൾ അതിന്റെ സ്പെല്ലിങ്ങിന് ചെറിയൊരു മാറ്റം വരും. ബൈഷ്പിൽ അഡിക്റ്റീവിന്റെ നോർമൽ വേർഡിൽ ഒരു ആ, ഓ, ഉ ഇതിലേതെങ്കിലും ഒരു ലെറ്റർ കിടപ്പുണ്ടെങ്കിൽ അത് അതിന്റെ കോമ്പറാറ്റീവ് ഫോമിലേക്കും സൂപ്പർലാറ്റീവ് ഫോമിലേക്കും പോകുമ്പോൾ അതിനൊരു ഉംലൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ കേസിലും എല്ലാ അഡിക്റ്റീവുകൾക്കും ഇത് വരാറില്ല. ചില അഡിക്റ്റീവിന് ഈ മാറ്റം വന്നു കാണാറുണ്ട്. അത് നോട്ട് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താണ് നിങ്ങൾക്ക് ഓക്കെ ആവത്തുള്ളൂ. എ മാറി ആ ഉംലൗട്ട് ആവും, ഓ ഉംലൗട്ട്, ഉ ഉംലൗട്ട്. അഡിക്റ്റീവ്, അഡിക്റ്റീവ് പ്ലസ് എ ആം പ്ലസ് അഡിക്റ്റീവ് പ്ലസ് ടെൻ ഓർ എസ്റ്റൻ. ബൈഷ്പിൽ നോക്കുക, ആം, ഏമ, ആം എംസ്റ്റൺ. അവിടെ ആ ഉണ്ടായിരുന്നു അല്ലേ. കോമ്പറാറ്റീവ് ഫോമിലേക്ക് വന്നപ്പോൾ ആ മാറി ആ ഉംലൗട്ടായി. സൂപ്പർലാറ്റീവിലേക്ക് ഫോമിലേക്ക് പോയപ്പോൾ ആ മാറി ആ ഉംലൗട്ടായി. സ്റ്റാർക്ക്, സ്റ്റേക്ക്, ആം സ്റ്റേക്സ്റ്റൺ. സ്റ്റാർക്കിന് ഒരു എ കിടപ്പുണ്ട്, അത് കോമ്പറാറ്റീവ് ഫോമിലേക്ക് പോകുമ്പോൾ ഉംലൗട്ട് വരും, സൂപ്പർലാറ്റീവ് ഫോമിലേക്ക് പോകുമ്പോൾ ഉംലൗട്ട് വരും. ഓക്കെ, ഈ നോട്ടിൽ ഇവിടെ ഉംലൗട്ട് എന്തോ വിസിബിൾ അല്ല, നിങ്ങൾ അത് നോട്ട് ചെയ്യുക. നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുമ്പോൾ സ്റ്റേക്ക് ഉംലൗട്ട് ഇടുക, ആം സ്റ്റേക്സ്റ്റൺ ഉംലൗട്ട് ഇടുക. ഓക്കെ, ഈ ഒരു കാര്യം ക്ലിയർ ആണല്ലോ. അതായത് അഡിക്റ്റീവിന് പോസിറ്റീവ് ഫോമിലുള്ള അഡിക്റ്റീവിന്റെ സ്പെല്ലിങ്ങിൽ ആ ഒരു വേർഡിൽ എ, ഒ, യു ഇതിലേതെങ്കിലും ലെറ്റർ കിടപ്പുണ്ടെങ്കിൽ അത് അതിന്റെ കോമ്പറാറ്റീവ് ഫോമിലേക്കോ സൂപ്പർലാറ്റീവ് ഫോമിലേക്കോ പോയി കഴിയുമ്പോൾ അവിടെ അതിന് ഉംലൗട്ട് വരും. പക്ഷെ എല്ലാ കേസിലും വരണമെന്നില്ലതാണ്. അടുത്ത് നോക്കാനുള്ളത്, ഏതെങ്കിലും അഡിക്റ്റീവിന്റെ സ്പെല്ലിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് ഇ എൽ അല്ലെങ്കിൽ ഇ ആർ ആണെന്ന് വിചാരിക്കുക. ഒന്നെങ്കിൽ ഇ എൽ അല്ലെങ്കിൽ ഇ ആർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കോമ്പറാറ്റീവ് ഫോമിലേക്ക് ഈ അഡിക്റ്റീവ് മാറിക്കഴിയുമ്പം അതിന്റെ സ്പെല്ലിങ്ങിന് ചെറിയൊരു വ്യത്യാസം വരും. എന്താണ് വരുന്ന മാറ്റം നോക്കാം. അഡിക്റ്റീവ്, അഡിക്റ്റീവ് പ്ലസ് എ ആം പ്ലസ് അഡിക്റ്റീവ് പ്ലസ് ടെൻ ഓർ എസ്റ്റൻ. ഡുങ്കൽ, ഡുങ്കലിന്റെ ലാസ്റ്റത്തെ ലെറ്റർ ഏതാ? ഇ എൽ. അതിങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആ എല്ല് ജസ്റ്റ് ഇപ്പുറത്തേക്ക് ഇടുക, എല്ലിന്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ഇടുക. ഡുങ്കൽ, ഡുങ്ക്ലർ. ഇവിടെ പഴയ പോലെയാവും, നോർമൽ ആവും, ആം ഡുങ്കൽസ്റ്റൺ. ഇത് സവറിന്റെ കേസ് നോക്കുക, ലാസ്റ്റ് നോക്കുക, ഇ ആർ ആണ്. ഇ ആറിനും അതേ മാറ്റം വരും. ആ ആർ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തേക്ക് എടുത്തിട്ടാൽ മതി. സവർ, സൗറർ, ആം സൗസ്റ്റൺ. ക്ലിയർ ആണല്ലോ. സവർ, സൗറർ, ആം സൗസ്റ്റൺ. അപ്പോ ഏതെങ്കിലും അഡിക്റ്റീവിന്റെ ലാസ്റ്റത്തെ ലെറ്റേഴ്സ് ഇ എൽ അല്ലെങ്കിൽ ഇ ആർ ആണെങ്കിൽ ഈ കാര്യങ്ങൾ കോമ്പറാറ്റീവ് ഫോമിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തത്, ഇപ്പൊ നമ്മൾ കണ്ടതെല്ലാം റേഗൽമേസിക് അഡിക്റ്റീവുകളാണ്. അഥവാ നമ്മളിപ്പോ പറഞ്ഞ റൂൾസ് എല്ലാം ഈ റേഗൽമേസിക് അഡിക്റ്റീവുകൾക്കെല്ലാം ബാധകമാണ്. പക്ഷെ ഈ റൂളുകളൊന്നും ഫോളോ ചെയ്യാത്ത ഒരു 5 അഡിക്റ്റീവുകളുണ്ട്. ഈ റൂളുകൾ ഒന്നിനും ബാധകമല്ലാത്ത ഒരു 5 അഡിക്റ്റീവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആ അഡിക്റ്റീവുകൾക്ക് നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ഉൺറേഗൽമേസിക് അഡിക്റ്റീവ്. ആകെ 5 അഡിക്റ്റീവുകളേ ഉള്ളത്. ഗുഡ്, ഹോഹ്, നാ, ഫീൽ, ഗൺ. അത് കോമ്പറാറ്റീവിലേക്കും സൂപ്പർലാറ്റീവിലേക്കും പോകുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ഗുഡ്, ബെസർ, ആം ബെസ്റ്റൻ. നമ്മൾ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഇ ആർ ആഡ് ചെയ്താൽ പോരാ, ജസ്റ്റ് ഒരു ആം പ്ലസ് ടെൻ ആഡ് ചെയ്താൽ പോരാ. അതിന്റെ സ്പെല്ലിങ്ങിന് ഹോൾ സ്പെല്ലിങ്ങിന് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ പോസിറ്റീവും കോമ്പറാറ്റീവും സൂപ്പർലാറ്റീവ് ഫോമും നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടാവണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് റേഗൽമേസിക് ആണെങ്കിൽ ഈ റൂൾസ് നമ്മൾ അതേപോലെ അപ്ലൈ ചെയ്താൽ മതി. ഉൺറേഗൽമേസികയുടെ കാര്യത്തിൽ റൂൾസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇതേപോലെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. Good, besser, am besten. Hoch, höher, am höchsten. Nah, näher, am nächsten. Viel, mehr, am meisten. Gern, lieber, am liebsten.
ഇനി പോസിറ്റീവ് ഫോമിലും കോമ്പറാറ്റീവ് ഫോമിലും സൂപ്പർലാറ്റീവ് ഫോമിലും എങ്ങനെയാണ് സെന്റൻസ് ബിൽഡ് ചെയ്യുക, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ ഇത്ര നേരം എങ്ങനെയാണ് ഒരു ഒരു പോസിറ്റീവ് ഫോമിലുള്ള അഡ്ജക്റ്റീവ് കോമ്പറാറ്റീവ് ഫോമിലേക്കും സൂപ്പർലാറ്റീവ് ഫോമിലേക്കും മാറുക എന്നാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഇത് നമുക്കൊരു സെന്റൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക നോക്കാം. ഫസ്റ്റ് പോസിറ്റീവ് ഫോം ബൈസ്പീൽ നോക്കാം. എയർ ഇസ് നെറ്റ്, അവൻ നൈസാണ്. ദാറ്റ് സൂഗ് ഇസ് ലാങ്, ആ ട്രെയിനിന് നല്ല നീളമുണ്ട്. ദ ട്രെയിൻ ഇസ് ലോങ്. എസ് ഇസ് സ വിച്ച് ഫ്യൂമിസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഇവിടെ എല്ലാം പോസിറ്റീവ് ഫോം ഓഫ് ദ അഡിക്റ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അഡിക്റ്റീവുകളിലെ പോസിറ്റീവ് ഫോം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ സെന്റൻസുകൾ ബിൽഡ് ചെയ്തത്. ഇവിടെ ഒരു കമ്പാരിസൺ വരുന്നില്ല, അല്ലെങ്കിൽ ആ ട്രെയിനാണ് ഏറ്റവും നീളം എന്ന് പറയുന്നില്ല, ജസ്റ്റ് ട്രെയിന് നീളം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല സെന്റൻസ് ബിൽഡ് ചെയ്ത്. അപ്പോൾ പോസിറ്റീവ് ഫോം ഓഫ് ദ അഡിക്റ്റീവ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി കോമ്പറാറ്റീവ് ഫോമിലേക്ക് പോയാലോ. കോമ്പറാറ്റീവ് ഫോം വെച്ച് നമുക്കൊരു സെന്റൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ആ കോമ്പറാറ്റീവ് ഫോം ഓഫ് ദ അഡിക്റ്റീവിന്റെ കൂടെ ആൾസ് എന്ന് പറഞ്ഞിട്ടൊരു ടേമും കൂടെ പറയണം. നമ്മൾ നേരത്തെ പഠിച്ച ആൾസ് എന്ന് പറയുന്ന കണക്ടർ അല്ല ഇത്. ഈ ആൾസിന്റെ മീനിങ് ദാൻ എന്നാണ്. ഹീസ് മോർ ഹാൻസം ദാൻ. പീറ്റർ ഈസ് മോർ ഹാൻസം ദാൻ പൗൾ. നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, ഇംഗ്ലീഷിൽ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ദാൻ എന്ന് പറയാം. ആ ദാനിന്റെ ജർമ്മൻ ട്രാൻസ്ലേഷൻ ആണ് ആൾസ്. ഇവിടെ കമ്പയർ ചെയ്യണമെങ്കിലും ഈ ആൾസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് വെച്ചിട്ട് ആൾസിന്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലാപ്ടോപ്പ് ഈസ് teurer als handy. ലാപ്ടോപ്പ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ മൊബൈൽ. Peter ist älter als Anna. Peter ist older than Anna. The Zug ist länger als Bus. The train is longer than bus. ഇവിടെ ഈ ലാപ്ടോപ്പിനെയും ഹാൻഡിനെയും തമ്മിൽ കമ്പയർ ചെയ്തു. ലാപ്ടോപ്പിനാണ് വില കൂടുതൽ എന്ന് പറഞ്ഞു, കോമ്പറാറ്റീവ് ഫോം. ഇവിടെ പേറ്ററിനെയും അന്നേനെയും തമ്മിൽ കമ്പയർ ചെയ്തു. പേറ്ററിനാണ് കൂടുതൽ പ്രായമുള്ളതെന്ന് പറഞ്ഞു. ഇവിടെ ചൂഗിനെയും ബുസിനെയും തമ്മിൽ കമ്പയർ ചെയ്തു. ഇവിടെ ചൂഗിനാണ് ബസിനേക്കാളും നീളം കൂടുതൽ എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ സവിശേഷതകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പറാറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്തത്. ഇനി സോ വി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോ വിയുടെ മീനിങ് ലൈക്ക് അല്ലെങ്കിൽ സെയിം ആസ് എന്നൊക്കെയാണ്. അതായത് ലാപ്ടോപ്പിനെ പോലെ തന്നെ വില കൂടിയതാണ് മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ലാപ്ടോപ്പിനും മൊബൈലിനും സെയിം റേറ്റ് ആണ് എന്നൊക്കെ പറയാൻ വേണ്ടി, അതുപോലുള്ള സെന്റൻസുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോ വി എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഈ സോ വി നമ്മൾ എവിടെയെങ്കിലും എഴുതുമ്പം സോയുടെയും വിയുടെയും നടുക്കായിട്ട് പോസിറ്റീവ് ഫോമിലുള്ള അഡിക്റ്റീവ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. ലാപ്ടോപ്പും മൊബൈലും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ റേറ്റ് സെയിം ആണ്. വൈസ്പീൽ നോക്കാം. ലാപ്ടോപ്പ് ഇസ് സോ teuer wie handy. ലാപ്ടോപ്പ് മൊബൈലിനെ പോലെ തന്നെ വിലയുള്ളതാണ്. Peter is so old wie Anna. Peter അന്നയെ പോലെ തന്നെ പ്രായമുള്ളതാണ്, അല്ലെങ്കിൽ പേറ്ററിന്റെയും അന്നയുടെയും പ്രായം സെയിം ആണ്. ബിരിയാണി ഈസ് സോ lecker wie കുഴിമന്തി. ബിരിയാണി കുഴിമന്തിയെ പോലെ തന്നെ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പൊ അതാണ് കോമ്പറാറ്റീവ് ഫോം ഓഫ് അഡിക്റ്റീവ്. രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. കമ്പാരിസൺ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ ആൾസ് നമ്മൾ യൂസ് ചെയ്യണം. ദാൻ മീനിങ്ങുള്ള ആൾസ് യൂസ് ചെയ്യണം. ഇനി രണ്ടിന്റെയും കമ്പാരിസൺ ചെയ്തിട്ട് രണ്ടിന്റെയും വാല്യൂ സെയിം ആണെങ്കിൽ സോ വി എന്ന് പറയുന്ന ടേം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പോസിറ്റീവ് ഫോമിലുള്ള അഡിക്റ്റീവ് ആയിരിക്കും വരിക. ഇനി സൂപ്പർലാറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ നമുക്കറിയാം. അഡിക്റ്റീവിന് തൊട്ട് മുമ്പായിട്ട് ആം എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യണം. അഡിക്റ്റീവിന് ശേഷം ഒന്നെങ്കിൽ സ്റ്റെന്നോ അല്ലെങ്കിൽ എസ്റ്റെന്നോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവണം. വൈഷ്പിൽ നോക്കാം. എന്തിൻ്റെങ്കിലും ഒരു ബെസ്റ്റ് ഫോം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂപ്പർലാറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്യുക. വൈഷ്പിൽ നോക്കാം. The laptop is am teuersten. The laptop is most expensive. ലാപ്ടോപ്പിനാണ് ഏറ്റവും വില കൂടുതൽ. Peter is am ältesten. പേറ്ററിനാണ് ഏറ്റവും പ്രായമുള്ളത്. The Zug is am längsten. The train is the longest. ട്രെയിനാണ് ഏറ്റവും നീളം കൂടുതൽ. ഇവിടെ ഒരു ലാപ്ടോപ്പും കുറേ കാര്യങ്ങളും ഇവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ലാപ്ടോപ്പിനാണ് ഏറ്റവും വില കൂടുതൽ എന്ന് പറയണമെങ്കിൽ the laptop is am teuersten എന്ന് പറയണം. മീൻസ് സൂപ്പർലാറ്റീവ് ഫോം ഓഫ് ദ അഡിക്റ്റീവ് വേണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ, എന്തിൻ്റെങ്കിലും ബെസ്റ്റ് ഫോം സൂചിപ്പിക്കാനായിട്ട്. കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കിയാലോ. മൂന്നിനും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു 1-2 എക്സാമ്പിൾസ് നോക്കാം. Paul ist schnell. Paul ist schneller als Peter. Paul ist am schnellsten. പൗളിന് സ്പീഡ് ഉണ്ട്. പൗളിന് പീറ്ററിനേക്കാൾ സ്പീഡ് ഉണ്ട്. പൗളിനാണ് ഏറ്റവും സ്പീഡ്. Thomas ist lecker. Thomas ist lecker
als Döner. Pommes ist am leckersten. പോമസ് ടേസ്റ്റി ആണ്. പോമസ് ഡോണറിനേക്കാളും ടേസ്റ്റി ആണ്. പോമസ് ആണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളതും. പോമസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോമസ് ഫ്രിറ്റസ് എന്ന് പറയുന്നത് ജർമ്മനിൽ നമ്മുടെ ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസിന് പറയുന്ന പേരാണ് പോമസ് ഫ്രിറ്റസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പോസിറ്റീവ് ഫോം ഓഫ് ദ അഡിക്റ്റീവ്, കോമ്പറാറ്റീവ് ഫോം ഓഫ് ദ അഡിക്റ്റീവ്, അതുപോലെ സൂപ്പർലാറ്റീവ് ഫോം ഓഫ് ദ അഡിക്റ്റീവ് സെന്റൻസുകളിൽ യൂസ് ചെയ്യുക. ബൈസ്പീലൊക്കെ ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ സെന്റൻസുകൾ സ്വയം ബിൽഡ് ചെയ്യുക. കോമ്പറാറ്റീവ്, സൂപ്പർലാറ്റീവ്, പോസിറ്റീവ് ഫോമിലുള്ള സെന്റൻസുകൾ ഒരു 4-5 സെന്റൻസുകളെങ്കിലും മിനിമം ബിൽഡ് ചെയ്യുക. അത് തമ്മിൽ കമ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞ ഓരോ കേസിലുമുള്ള പല പല സെന്റൻസുകൾ ബിൽഡ് ചെയ്ത് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതുകൂടാതെ നിങ്ങൾക്കുള്ള വർക്ക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്വയിലെ വൊക്കാബുലറി പഠിക്കാം. ക്യാപിറ്റൽ സ്വയ് നെറ്റ്വർക്കിന്റെ ഞാൻ തന്ന നോട്ടിലെ ക്യാപിറ്റൽ സ്വയിലെ വൊക്കാബുലറി ഫുൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അതുവരെ vielen Dank.